റഷ്യയുടെ ബാറ്റിൽ ഓഫ് പോക്രോവസ്ക്. ഈ പോക്രോവസ്ക് ആണ് ഇത്രയും കാലം ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധം ഇത്രയും നാളും നീണ്ടുപോകാൻ ഇടയായത്. അപ്പോൾ ആ പോക്രോവസ്ക് ഇന്ന് വീണിരിക്കുന്നു. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പോക്രോവസ്കിന്റെ 70% സ്ഥലം റഷ്യ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്രയും കാലം ഉക്രൈൻ എങ്ങനെയാണ് ഈ പോക്രോവസ്കിനെ പ്രിവെന്റ് ചെയ്ത് നിന്നിരുന്നത്? അത് റഷ്യയുടെ ഫ്രണ്ട് ലൈൻ മൂവ് എന്നുള്ള ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ലൈൻ മൂവിനെ തടഞ്ഞിരുന്ന ആ ഒരു ഏരിയയാണ് ഈ പോക്രോവസ്ക്. ഈ പോക്രോവസ്കിന്റെ തൊട്ട് മുകളിൽ ഒരു സ്ഥലമുണ്ട്. ഈ പോക്രോവസ്കിന്റെ തൊട്ട് മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മിർനോഹാഡ് എന്നാണ്. ഈ മിർനോഹാഡ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ റഷ്യ ഇപ്പോൾ ഈ ഇടയായിട്ട് ഈ മിർനോഹാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ബാറ്റിലുകൾ അയക്കുകയും കൂടുതൽ ബറ്റാലിയൻസിനെ അയക്കുകയും അവിടുത്തെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ ഉക്രൈനിൽ സോൾജേഴ്സ് കുറവാണ്. ഉക്രൈനിൽ നിന്നും ഏതാണ്ട് ലക്ഷക്കണക്കിൽ ഈ യുവാക്കൾ അവരുടെ നാട് വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഇത് നമ്പർ 1. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോക്രോവസ്കിൽ ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആയി സെലൻസ്കി. കാരണം കുറേ നാളുകൊണ്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഈ ഏരിയയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല, ഈ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ, ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഉക്രൈനെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഈ മിർനോഹാഡ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സൈഡിലാണ്, ഈ പോക്രോവസ്ക് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സൈഡിലാണ്. ഈ പോക്രോവസ്ക് കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യൻ സേനകൾക്ക് ഇരച്ചു കയറി വരാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു കളി. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാലം ഉക്രൈൻ എങ്ങനെയാണ് റഷ്യയെ പ്രിവെന്റ് ചെയ്തിരുന്നത്, റഷ്യയുടെ ഡ്രോണുകളെ പ്രിവെന്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ